നിരവധി പേർക്ക് ആശ്രയ കേന്ദ്രമായ കൊല്ലം ആശ്രാമം ESI സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ കാത്ത് ലാബ് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇതോടെ വലിയ തുക നൽകി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ. ലാബിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ദിലീപ് ദേവസിയാണ് വിവരങ്ങളുമായി ചേരുന്നത് കൊല്ലത്ത് നിന്ന്. ദിലീപ്, കാത്ത് ലാബിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തുക നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലാബുകളിലെല്ലാം തന്നെ പരിശോധനയ്ക്ക് വലിയ തുക നൽകേണ്ടി വരുന്നു, സമയനഷ്ടം ഉണ്ടാകുന്നു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ കാലാവധി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കാലാവധി പുതുക്കി നൽകേണ്ടത് ആരാണ് ദിലീപ്? ബിനിൽ, ഈ കാത്ത് ലാബ് ESIയിൽ പ്രവർത്തിക്കുന്ന കാത്ത് ലാബ് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടെ നടത്തുന്നതായിരുന്നു. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇതിൻ്റെ ലൈസൻസ് പുതുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ ഇത്തവണ ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഈ സ്വകാര്യ സംരംഭകർ ഇതിൻ്റെ ലൈസൻസ് പുതുക്കാൻ തയ്യാറായില്ല. ഇതോടുകൂടി ഈ ESI ആശുപത്രിയിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന കാത്ത് ലാബ് ഉപകരണങ്ങൾ ഇപ്പോൾ തുരുമ്പെടുത്ത് നശിക്കുന്ന നിലയിലാണ്. നമ്മൾ അതിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളടക്കം പകർത്തിയപ്പോൾ 40,000 രൂപ വില വരുന്ന 100 കണക്കിന് സ്റ്റെൻറ്റുകൾ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. കൂടാതെ ഈ ആശുപത്രിയിൽ ദിനംപ്രതി 100 കണക്കിന് അല്ലെങ്കിൽ 200 കണക്കിന് ആളുകളാണ് ദിനംപ്രതി ഈ ആശുപത്രിയെ ആശ്രയിച്ചെത്തുന്നത്. കഴിഞ്ഞ 2012 മുതൽ ഈ കഴിഞ്ഞ ഡിസംബർ മാസം വരെ ഏകദേശം 1,72,000-ഓളം രോഗികൾ ഈ കാത്ത് ലാബിൻ്റെ സൗകര്യത്തോടു കൂടി തന്നെ സർജറിക്ക് വിധേയരായവരാണ്. അങ്ങനെയെല്ലാം ഈ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ തോതിൽ പണം കുറവാണ്. ഇനിയിപ്പോൾ ഈ രോഗികളെല്ലാം തന്നെ ഈ ലൈസൻസ് പുതുക്കാത്തതിനെ തുടർന്ന് രോഗികളെല്ലാം തന്നെ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് നമ്മൾക്ക് നൽകിയ വിശദീകരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ഇതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. രോഗികൾക്ക് അങ്ങോട്ട് പോകാമെന്നാണ് പറയുന്നത്. പക്ഷേ നിരവധി രോഗികൾ ഈ ESIയിലെ കാത്ത് ലാബിനെ സൗകര്യത്തിന് ഹൃദ്രോഗികളാണെങ്കിലും ശരി, അവരെല്ലാവരും തന്നെ വരുന്നു. ഇവിടെ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള സർജറികൾ ഇവിടെ വലിയ ചുരുങ്ങിയ പണം കൊണ്ട് നടത്തി കൊടുത്തതായിരുന്നു. ഇനി തിരിച്ചടിയാകുന്നത് വലിയ തോതിലുള്ള പണം കൊടുത്ത് ഇനി സ്വകാര്യ ആശുപത്രികൾ നിൽക്കണം, അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ കാത്തുകെട്ടിക്കിടക്കണം, സമയത്തിന് കാത്തുകെട്ടിക്കിടക്കണം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണെങ്കിലും കാത്തുകെട്ടിക്കിടക്കണം. ഈ ആശുപത്രിയിൽ ലൈസൻസ് പുതുക്കി ആശുപത്രിക്ക് തന്നെ നൽകി പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ആശ്രയം ഇല്ലാതാക്കിയിരിക്കുകയാണ്.